ഇന്നത്തെ നമ്മുടെ തീർത്ഥയാത്ര ചേർപ്പുങ്കൽ പള്ളിയിലേക്കാണ്. 19-ാം നൂറ്റാണ്ടിന് മുമ്പ് നസ്രായന്റെ രക്ഷാദൂതുമായി ഭാരതത്തിലെത്തിയ തോമസ് അപ്പസ്തോലന്റെ പാദമുദ്രകൾ പതിഞ്ഞ പുണ്യഭൂമി. തോമാസ് ലീഹ ചെരുപ്പ് വെച്ച് സ്ഥാനം നിർണയിച്ച സ്ഥലം ചെരുപ്പിങ്കൽ. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളാണ് ഈ ദേവാലയത്തെക്കുറിച്ചും ഈ നാടിനെക്കുറിച്ചും നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. പാലാ രൂപതയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ചേർപ്പുങ്കൽ മാർ സ്ലീവ ഫൊറോന പള്ളിയാണിത്. ഗോത്തിക് ശില്പമാതൃകയിൽ നിർമ്മിതമായ ബ്രഹ്മാണ്ഡമായ ഒരു ദേവാലയം, അതിന്റെ മുഖ്യ അൾത്താരയാണിത്. മീനച്ചിലാറിന്റെ തീരത്തുള്ള പാലാ രൂപതയിൽപ്പെട്ട ചെർപ്പുങ്കൽ മാർ സ്ലീവ ഫൊറോന പള്ളി വെട്ടുകല്ലും കുമ്മായവും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. മദ്ബഹായിലെ സ്വർഗം, സ്വർഗത്തിന്റെ പിന്നാമ്പുറത്ത് തീ നരകത്തിന്റെ ഒരു വിദൂര ദൃശ്യം, അൾത്താരയ്ക്ക് മുകളിലെ മാർ സ്ലീവ മുത്തപ്പൻ, ഇതൊക്കെയാണ് ഈ അൾത്താരയുടെ മുഖ്യ സവിശേഷതകൾ. കൊത്തുപണികളാൽ അലങ്കൃതമായ അൾത്താരയും മദ്ബഹായുടെ മേൽത്തട്ടിൽ വിധിയാളനായ ക്രിസ്തു മഹിമപ്രതാപങ്ങളോടെ ഉപവിഷ്ടനായിരിക്കുന്നു. സ്വർഗത്തിന് താഴെ തീ നരകത്തിന്റെ വിദൂര ദൃശ്യം. ഇങ്ങനെ നയനമനോഹരമായ ഒരു അൾത്താരയാണ് ഈ ദേവാലയത്തിലുള്ളത്. തങ്കവർണ്ണോജ്വലമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ അൾത്താരയും 95 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒളിമങ്ങാത്ത ചിത്രങ്ങൾ കൊണ്ട് മനോഹരമായ മദ്ബഹായും, രണ്ടുപേർ ചേർന്ന് പിടിച്ചാൽ കൂടി കഷ്ടിച്ച് മാത്രം പിടിമുറ്റുന്ന വലിയ തൂണുകൾ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ചേർപ്പുങ്കൽ പള്ളി, നാനാജാതി മതസ്ഥർ വന്നു കയറുന്ന ഈ ദേവാലയം ഈ പ്രദേശത്തിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ വലിയ ദേവാലയം പണിതീർത്ത് 1912 അടുത്ത വർഷം ഈ ദേവാലയത്തിൻ്റെ ശതാബ്ദിയുമാണ്. ഇവിടുത്തെ പ്രധാന തിരുനാൾ ഈശോ മിശിഹായുടെ ഛേദനാചാര തിരുനാളാണ്. ജനുവരി 1-ാം തീയതി വളരെ ആഘോഷപൂർവ്വം ഈ തിരുനാൾ ആചരിക്കുന്നു. കല്ലിട്ട് തിരുനാളായി സെപ്റ്റംബർ 14 കുരിശിൻ്റെ തിരുനാൾ ദിവസവും ആചരിക്കുന്നു. ഇന്ന് ചേർപ്പുങ്കൽ ഇടവകയിൽ 1000-ഓളം കുടുംബങ്ങളുണ്ട്, 6000 സിസ്റ്റം അംഗങ്ങളും. തോമാസ് ലീഹ ചേർപ്പുങ്കൽ വന്നതായ ചരിത്ര രേഖകളൊന്നുമില്ലെങ്കിലും തങ്ങളുടെ നാട്ടിലൂടെ തോമാസ് ലീഹ കടന്നുപോയെന്നും നടന്നുപോയെന്നും അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഒരു വിശ്വാസ രഹസ്യമായി തന്നെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ രൂപതയിലെ പ്രസിദ്ധമായ ചേർപ്പുങ്കൽ പള്ളിയുടെ മുൻഭാഗത്താണ്. തോമാസ് ലീഹ ഈ പള്ളി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ചില രസകരമായ ഐതിഹ്യങ്ങളുണ്ട്. AD 46-നും 66-നും ഇടയിൽ കേരളം ഭരിച്ചിരുന്ന 7ാമത്തെ പെരുമാളായ മിന്തരൻ ചേരനാഥന്റെ ഭരണകാലത്ത് നസ്രയന്റെ രക്ഷാദൂതനായി കൊടുങ്ങല്ലൂരെത്തിയ തോമാസ് ലീഹ ചേർപ്പുങ്കൽ എത്തിയത് ഈ മീനച്ചിലാറു വഴിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് മീനച്ചിലാർ. തോമാസ് ലീഹ വന്നിറങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നത് മീനച്ചിലാറിന്റെ ഈ തീരത്താണ്. അങ്ങനെ ഒട്ടേറെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മീനച്ചിലാർ. ചേർപ്പുങ്കലെ ക്രൈസ്തവ സമൂഹത്തെ സെയിന്റ് തോമസ് സ്ഥാപിച്ചതാണെന്ന് ഇവിടുത്തുകാർ പരമ്പരാഗതമായി വിശ്വസിക്കുന്നു.
കൊടുങ്ങല്ലൂരിൽ നിന്ന് പ്രേക്ഷിത പര്യടനങ്ങൾക്ക് തുടക്കം കുറിച്ച സെയിന്റ് തോമസ് മീനച്ചിലാറിന്റെ ഈ തീരത്താണ് വന്നിറങ്ങിയതെന്ന് പറയപ്പെടുന്നു. വിശുദ്ധന്റെ പാദമുദ്രകൾ പതിഞ്ഞ ഈ പുണ്യഭൂമിയിലാണ് അദ്ദേഹം ചെരുപ്പ് വെച്ച് സ്ഥാനനിർണയം ചെയ്തത്. അങ്ങനെ ചെരുപ്പിങ്കൽ പ്രദേശം രൂപം കൊണ്ടു. കാലക്രമേണ ആദിമ ക്രൈസ്തവ സമൂഹം അവിടെ ഉണ്ടായി. പിന്നീട് ചെരുപ്പിങ്കൽ ചെർപ്പുങ്കലായി മാറിയെന്ന് പറയപ്പെടുന്നു. ഇത് തോമാസ് ലീഹ ചെരുപ്പ് വെച്ച് സ്ഥാനനിർണയം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. നൂറ്റാണ്ടുകൾക്ക് ശേഷം മനോഹരമായ ഒരു സ്മാരകം ഇവിടെ ഉയർന്നിരിക്കുന്നു. ചെർപ്പുങ്കൽ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ സ്മാരകം. കൊല്ലവർഷം 271 അതായത് 1096 ചേർപ്പുങ്കൽ പള്ളി മീനച്ചിലാറിന് തെക്കേക്കരയിലേക്ക് ഇപ്പം പള്ളി ഇരിക്കുന്ന സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ആദ്യത്തെ പള്ളിക്ക് മാർ തോമാസ് ലീഹ നിലത്ത് ചെരുപ്പ് കൊണ്ട് സ്ലീവ വരച്ച് സ്ഥാനനിർണയം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അന്ന് മുതൽ മാസ്ലീവ പള്ളി എന്നാണ് ചേർപ്പുങ്കൽ അറിയപ്പെട്ടിരുന്നത്. ചേർപ്പുങ്കൽ പ്രദേശത്തുള്ളവർക്ക് മാർ സ്ലീവായോട് കുരിശിനോട് പ്രത്യേകമായ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈശോ കുരിശിലാണ് മരിച്ചത്. വെള്ളിയാഴ്ച ദിവസമായിരുന്നല്ലോ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാലക്രമേണ വളരെയധികം ആളുകൾ വന്നു. പിന്നെ എല്ലാ ദിവസവും തന്നെ ധാരാളം തീർത്ഥാടകർ ഇവിടെ വന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് മാസാദ്യ വെള്ളിയാഴ്ചകളിലാണ് വലിയ ജനക്കൂട്ടം ഇവിടെ വരുന്നത്. നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം ആളുകൾ മാസാദ്യ വെള്ളിയാഴ്ചകൾ വരുന്നുണ്ട്. ഏകദേശം 50,000 ആളുകളെങ്കിലും ഓരോ ആദ്യ വെള്ളിയാഴ്ചയും ഈ ദേവാലയത്തിൽ വന്ന് തിരുക്രമം സംബന്ധിക്കുകയും നേർച്ച നിറവേറ്റി അനുഗ്രഹം പ്രാപിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസമോ ഒരാഴ്ചയോ നീണ്ടു നിൽക്കുന്ന തിരുനാളുമായി ബന്ധപ്പെട്ട് മാത്രം തീർത്ഥാടകരെത്തുന്ന സ്ഥലമല്ല ചെർപ്പുങ്കൽ മാർ സ്ലീവ ഫൊറോന പള്ളി. മറിച്ച് എല്ലാ ദിവസവും, വിശിഷ്യ മാസാദ്യ വെള്ളിയാഴ്ചകളിലും ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും തീർത്ഥാടകർ ഓടിയെത്തുന്ന പുണ്യസ്ഥലം. ആദ്യ വെള്ളിയാഴ്ചകളിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അസംഖ്യം. അതിരാവിലെ തന്നെ അവർ വ്രതശുദ്ധിയോടെ എത്തുന്നു, പ്രാർത്ഥിക്കുന്നു. മുത്തപ്പൻ അവരെ സഹായിക്കും, അനുഗ്രഹിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് അവർക്ക്. ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിന് മുന്നിലുള്ള കെടാവിളക്കിൽ അവർ എണ്ണയൊഴിക്കുന്നു. നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. ദിവ്യബലിയിലും നൊവേനയിലും സംബന്ധിക്കുന്നു. സംതൃപ്തരായി മടങ്ങുന്നു. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും ഈ ദേവാലയത്തിൽ പറഞ്ഞറിയിക്കാനാവാത്തത്ര തിരക്കാണ്. 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ദേവാലയത്തിലെത്തി ദിവ്യബലിയിലും നൊവേനയിലും പങ്കെടുത്ത് എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ പ്രധാന നേർച്ചയാണ്. 9 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഭക്തന്റെ ആഗ്രഹം നിറവേറിയിരിക്കും. ഇതാണ് വിശ്വാസം.
മധുബായിൽ സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രൂശിത ചിത്രമാണ്. എന്നാൽ വിശ്വാസികളുടെ കണ്ണിലും കരളിലും നിറഞ്ഞു നിൽക്കുന്നത് ഉണ്ണീശോയുടെ ഈ ദിവ്യരൂപമാണ്. ഭക്തജനങ്ങൾ കുടത്തേലുണ്ണി എന്ന് വിളിക്കുന്ന ഈ തിരുസ്വരൂപം കണ്ട് സായുജ്യമടയാൻ കൂടിയാണ് വിശ്വാസികൾ ഇവിടേക്ക് ഓടിയെത്തുന്നത്. കുടത്തേലുണ്ണി എന്നറിയപ്പെടുന്ന ഉണ്ണീശോയുടെ രൂപം പള്ളിയിൽ സ്ഥാപിച്ചത് ഇപ്രകാരമാണ്. ബഹുമാനപ്പെട്ട പള്ളത്തുകുഴിയിലച്ചൻ ചെർപ്പുങ്കൽ വികാരിയായിരുന്ന കാലത്ത് ചിലർ ഉണ്ണീശോയുടെ കൊത്തുരൂപം വിൽക്കാനായി പള്ളിയിൽ കൊണ്ടുവന്നു. വികാരിയച്ചൻ രൂപം വാങ്ങാൻ ആഗ്രഹിച്ചു. പക്ഷേ വില വളരെ കൂടുതലായിരുന്നു. പള്ളിയിലാകട്ടെ സാമ്പത്തിക ഞെരുക്കവും. അതുകൊണ്ട് രൂപം തൽക്കാലം വേണ്ട എന്നച്ഛൻ പറഞ്ഞു. വിൽപ്പനക്കാർ രൂപം എടുത്തുകൊണ്ടു പോകാൻ ശ്രമിച്ചെങ്കിലും രൂപം വച്ചിരിക്കുന്നിടത്തു നിന്നും അനങ്ങിയില്ല. അത് കണ്ട് വികാരിയച്ചൻ ഊറാലയും ധരിച്ചു ചെന്ന് പ്രാർത്ഥനയോടെ രൂപമുയർത്തി. രൂപം കൊണ്ടുവന്നവർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. അവർ വികാരിയച്ചൻ ആദ്യം പറഞ്ഞ തുകയ്ക്ക് ഉണ്ണീശോയുടെ രൂപം നൽകിയിട്ട് യാത്രയായി. ഈ രൂപമാണ് പിൽക്കാലത്ത് ഭക്തജനങ്ങളുടെ കുടത്തേലുണ്ണിയായി മാറിയത്. ഉദ്ദിഷ്ടകാര്യം സാധിക്കാൻ ഉണ്ണീശോയ്ക്ക് സ്വർണമാലയും മോതിരവും വളയും സ്വർണ കിരീടവുമൊക്കെ നേർച്ചയായി ഭക്തർ നൽകുവാൻ തുടങ്ങി. കാലക്രമേണ പൊന്നുണ്ണിയെ ദർശിക്കാൻ പൊന്നുമായി എത്തുന്ന ഭക്തരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണുണ്ടായത്. ഇങ്ങനെ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും ദിനംപ്രതി വികസനത്തിന്റെ പടി കയറുന്ന ചെർപ്പുങ്കൽ ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിമാരായി 3 വൈദികരാണ് സേവനം ചെയ്യുന്നത്. അതോടൊപ്പം ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും കൈമുതലാക്കിയ കൈക്കാരന്മാരും ഓഫീസ് സ്റ്റാഫുകളും ഈ ഇടവകയുടെ മുതൽക്കൂട്ടാണ്. ചെർപ്പുങ്കൽ ഹോളി ക്രോസ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ചെർപ്പുങ്കൽ പള്ളിയുടെ കീഴിൽ LKG മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും പള്ളിയിൽ നിന്ന് പള്ളിയുടെ ഉടമസ്ഥ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂള് 1917 ഒരു കളരിയായിട്ട് ഇവിടെ ആരംഭിച്ചതാണ്. ഈ കളരി 1919 LP സ്കൂളായിട്ടും 1946 ന്യൂ ടൈപ്പ് ഇംഗ്ലീഷ് മീഡിയം മിഡിൽ സ്കൂളായിട്ടും ഉയർത്തിയെടുത്തു. അതിനുശേഷം ദീർഘകാലം ഇതൊരു മിഡിൽ സ്കൂളായിട്ട് തന്നെ നിലനിന്നിരുന്നു. 1982 ഒരു ഹൈസ്കൂളായി ഉയർന്നത്. തുടർന്ന് 1998 ഇത് ഹയർ സെക്കൻഡറി സ്കൂളായി. ഇന്ന് പാലാ രൂപതയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരു സ്കൂളാണിത്. ഹൈസ്കൂളിൽ ഏതാണ്ട് LKG മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ എണ്ണം കൂട്ടിയാൽ 2000 അടുത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളിൽ 392 വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. ഹയർ സ്കൂളിൽ 3 സയൻസ് ബാച്ചും 1 കോമേഴ്സ് ബാച്ചുമാണുള്ളത്. നല്ല അഡ്മിഷൻ തിരക്കുള്ള ഈ സ്കൂള് ഇന്ന് ഈ അടുത്ത പ്രദേശത്തുള്ള ഏറ്റവും പ്രോമിനൻ്റായ സ്കൂളിൽ ഒന്നാണ്. സമൂഹത്തിന് നിന്ന് ലഭിക്കുന്ന നേർച്ച കാഴ്ചകളുടെ വലിയൊരു തുക നമ്മുടെ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുടക്കുന്നു എന്നത് തന്നെയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെക്കാൾ കൂടുതൽ നമ്മൾ മലയാളം മീഡിയം സ്കൂളുകളെ പിന്തുണയ്ക്കാനുള്ള കാരണവും തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും വളരാനുമുള്ള ഒരു വേദി ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ചേർപ്പുങ്കൽ പള്ളി കല്ലമ്പള്ളി ഇല്ലത്തിന് ജന്മാവകാശമായുള്ള വാലയമറ്റം പുരയിടത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് കല്ലമ്പള്ളി ഇല്ലം. അവിടുത്തെ പുതുതലമുറക്കാർ ഇന്നും പള്ളിയുമായുള്ള ആത്മബന്ധം മുറിയാതെ സൂക്ഷിച്ചു പോരുന്നു.
ചേർപ്പങ്കൽ പള്ളി മീനച്ചിലാറിൻ്റെ വടക്കുവശത്തുള്ള വാലയമറ്റത്തിൽ പുരയിടത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഒരു ദിവസം പൂഞ്ഞാർ മഹാരാജാവ് വള്ളത്തിൽ വന്ന സമയത്ത് വള്ളം ആ കടവിൽ അടുപ്പിക്കാൻ മേലാത്ത രീതിയിലുള്ള എച്ചിലില കാണുകയും അതിൻ്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പാച്ചോറ് കഴിച്ചതിൻ്റെ ഇലയാണ് അറിയിക്കുകയും ചെയ്തപ്പോൾ അടുത്ത എൻ്റെ സന്ദർശനത്തിന് മുമ്പായിട്ട് ഈ പള്ളി ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചോണമെന്ന് ഉത്തരവ് ഇട്ടച്ച് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ പള്ളിയുടെ ആൾക്കാർ ഇവിടെ വരികയും ഈ വിവരം പറയുകയും ചെയ്തപ്പം ഇവിടുത്തെ അന്നത്തെ കാരണവരായിരുന്ന ഹരിശ്ചന്ദ്രൻ നമ്പൂതിരി എൻ്റെ ഇല്ലം മക